സിസ്റ്റർ സിസ്റ്റർ സായാഹ്ന സവാരിക്ക് ഇറങ്ങിയതായിരിക്കും അല്ലേ? സോറി സാർ, കുഞ്ഞുണ്ണി ഇന്ന് വല്ലാത്ത ശീലക്കേടിലായിരുന്നു. അത് പുതിയ സംഭവം അല്ലല്ലോ. പുതിയ ഡോക്ടർ ചാർജ് എടുക്കുന്ന നിന്നെങ്കിലും കുറച്ച് നേരത്തെ വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. ഡോക്ടർ വന്നോ സാർ? ഡോക്ടർ വന്നിട്ടില്ല. അങ്ങോട്ട് അകത്തോട്ട് ചെന്നോ, കിട്ടുന്നത് വാങ്ങിച്ചോ. കഴിഞ്ഞ തവണത്തെ പോലെയുള്ള മണ്ണുണ്ണിയൊന്നും അല്ല, പുലിയാ പുലി. അയ്യോ എന്റെ ഈശ്വരാ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഈ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. യെസ് ഡോക്ടർ. രാവിലത്തെ ഇഞ്ചക്ഷൻ കിട്ടിയില്ല. കിട്ടിയില്ലേ? വൈ? ഇഞ്ചക്ഷൻ ഹെഡ് നഴ്സ് ആണ് കൊടുക്കാറ്. വെർഷി എത്തിയിട്ടില്ല. എത്തിയിട്ടില്ലേ? വാട്ട് യു മീൻ? ഹെഡ് നഴ്സ് ചിലപ്പോൾ വൈകാറുണ്ട് ഡോക്ടർ. ഒരു ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ അറിയാത്ത നിങ്ങൾ എന്തിനാണ് ഈ വേഷം ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഇവർക്കാവുമ്പോ എന്തെങ്കിലും നക്കാപ്പിച്ച കാശ് ശമ്പളം കൊടുത്താൽ മതിയല്ലോ. രാത്രി ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? നേരത്തെ ഉറങ്ങി, പക്ഷെ പുലർച്ചയ്ക്ക് 4 മണിക്ക് ഉണർന്നു. അപ്പൊ ഒരു ചുമയങ്ങോട്ടും തുടങ്ങി. നഴ്സുമാരെല്ലാം വന്ന് നോക്കിയോ? ഞാൻ ചെന്ന് നോക്കിയപ്പോ എല്ലാവരും ഉറക്കമായിരുന്നു. രാവിലെ പറയാന്ന് കരുതി. നൈറ്റ് ഡ്യൂട്ടി ഞങ്ങൾക്കല്ലായിരുന്നു ഡോക്ടർ. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ്. വന്ന് കിടന്ന് ഉറങ്ങുന്നതിനാണോ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ. Stop it. മനസ്സിലായില്ല. ഇവരാണ് ഡോക്ടർ ഹെഡ് നഴ്സ്. ഓ, ഹെഡ് നേഴ്സ്. ഞാൻ രാജഗോപാൽ. അബദ്ധത്തിൽ ഇവിടെ വന്ന് പെട്ട ഒരു പാവൻ ഡോക്ടർ. ഇഞ്ചക്ഷൻ മരുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്തല്ല കൊടുക്കേണ്ടത്. പാവപ്പെട്ട രോഗികളുടെ ജീവൻ കൊണ്ട് പന്താടുകയാണോ? ഐ ആം സോറി ഡോക്ടർ. ഷട്ട് യുവർ മൗത്ത്. നിങ്ങൾ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് ഒരു പവിത്രതയുണ്ട്. ഹെഡ് നേഴ്സ് ആണത്രേ, ഹെഡ് നേഴ്സ്. എവിടാ നിങ്ങൾ നഴ്സിംഗ് പഠിച്ചത്? ആരാ നിങ്ങളെ നഴ്സിംഗ് പഠിപ്പിച്ചത്? ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അവരും നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയായിരുന്നു. രോഗികൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാനുള്ള ഒരു മനസ്സില്ലെങ്കിൽ ഈ യൂണിഫോം അഴിച്ചു മാറ്റി വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ നിങ്ങൾക്ക്? അറ്റൻഡർ, ഹെഡ് നേഴ്സിനോടൊന്ന് വരാൻ പറയും. ശരി സാർ. May I come in, sir? യെസ്. എന്തു പറ്റി? കണ്ണിൽ കരട് പോയോ? ഞാൻ മനഃപൂർവ്വം വൈകിയതല്ല ഡോക്ടർ. പക്ഷെ ഞാൻ മനഃപൂർവ്വം സിസ്റ്ററിനെ വഴക്ക് പറഞ്ഞതാണ്. സിസ്റ്റർ നേരത്തെ വന്നിരുന്നെങ്കിലും ഞാൻ വഴക്ക് പറയുമായിരുന്നു. അപ്പം മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാക്കുമെന്ന് മാത്രം. സിസ്റ്റർ, ഇതൊരു സ്വകാര്യ ആശുപത്രിയാണ്. ഒരു പുതിയ ഡോക്ടർ ഇവിടെ ചാർജ് എടുത്തിരിക്കുന്നു. അയാൾക്ക് രോഗികളുടെ വിശ്വാസം നേടിയെടുക്കണം. അതിനുള്ള സമയമോ വളരെ കുറച്ചു. രോഗികളോട് സൗമ്യമായി, സ്റ്റാഫിനോട് ക്രൂരമായി അങ്ങനെ പെരുമാറുന്ന ഡോക്ടറോട് രോഗികൾക്ക് വലിയ മതിപ്പാണ്. അതൊരു ചിന്ത മനഃശാസ്ത്രമാണ്. അല്ലാതെ സിസ്റ്റർ ഇച്ചിരി താമസിച്ചു പോയി എന്നുള്ളത് വലിയ കുറ്റമൊന്നുമല്ല. ഞാൻ പ്രായച്ചിത്തം ചെയ്യാം. എന്ത് ചെയ്യണം പറഞ്ഞു? പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റുമോ? ആ സംഭവമേ വിട്ടേക്ക്. ഡോക്ടർക്ക് അങ്ങനെ പറയാം, പക്ഷേ പേഷ്യൻസിന്റെ മുന്നിൽ വെച്ച് ഞാൻ മാപ്പ് പറഞ്ഞാലേ സിസ്റ്റർക്ക് തൃപ്തിയാവുന്നുണ്ടോ? എങ്കിൽ അയ്യോ അത് വേണ്ട ഡോക്ടർ. പിന്നെ അതല്ലേ പ്രായച്ചിത്തം ചെയ്യാന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ കോന്നിയിൽ അച്ഛന്മാർ നടത്തുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. അവിടുത്തെ ഹെഡ് നേഴ്സ് വൺ മിസ് സോഫിയ. എന്റെ ജോലികൾ മുഴുക്കെ ഞാൻ അവരെ കൊണ്ടാ ചെയ്യിപ്പിച്ചിരുന്നത്. എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്കൊരു പരിചയം കിട്ടാൻ വേണ്ടി. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും സോഫിയ ഒരു ഡോക്ടർ അത്ര എക്സ്പീരിയൻസ് ആയി. അടുത്ത വർഷം അവർ MBBS ചേർന്നു. എല്ലാം ഞാൻ കൊടുത്ത ഇൻസ്പിറേഷനാണ്. നിഷ്പ്രയാസം പരീക്ഷ പാസ്സായി. യു ടു മസ്റ്റ് ബിക്കം എ ഡോക്ടർ. ഐ വിൽ മേക്ക് യു എ ഡോക്ടർ. എനിക്ക് ഡോക്ടറൊന്നും ആകണ്ട. ഡോക്ടർ എന്നെ കരയിക്കാതിരുന്നാ മതി. സിസ്റ്റർ പേരെന്താ? നിർമ്മല. നിർമ്മല. റിയലി എ സർപ്രൈസിംഗ് നെയിം. ഞാൻ പറയാൻ ഒരുങ്ങി എന്താണെന്ന് പറയട്ടെ. മനസ്സിന്റെ നൈർമല്യമാണ് കണ്ണുനീരിന്റെ കാതൽ. ദുഷ്ട മനസ്സുകൾക്ക് കരയാനാവില്ല. നിർമ്മല കരയും. കാരണം
നിർമ്മലയാണ്. ചെറുപ്പക്കാരായ രോഗികളുടെ അടുത്ത് ചെല്ലുമ്പോൾ നിർമ്മല ശ്രദ്ധിക്കണം. പരിചരിക്കുന്ന നേരത്ത് അവർ നിർമ്മലയെ തൊട്ടെന്നും തഴുകിയെന്നും വരും. അവരെ കുറ്റപ്പെടുത്താൻ ഒക്കില്ല, കുറ്റപ്പെടുത്താനേ ഒക്കില്ല. കാരണം ചെറുപ്പക്കാരുടെ നാടിമിടിപ്പിന്റെ വേഗത കൂട്ടുന്ന എന്തോ ഒന്ന് നിർമ്മലയിലുണ്ട്. സത്യം. ഞാൻ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടാവും. ഞാൻ എങ്ങനെയാ? ഇന്ന് തോന്നുന്ന കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്ന ശീലമേ എനിക്കില്ല. സത്യം പറയട്ടെ, ഞാൻ ഈ ആശുപത്രി വന്ന് ഇറങ്ങിയപ്പം തന്നെ ഇട്ടേച്ച് പോണമെന്ന് കരുതിയതാ. പക്ഷെ ഇനിയില്ല. നിർമ്മലയുടെ സാന്നിധ്യമുള്ള ഈ ആശുപത്രിയിൽ നിന്നും ഇനി എനിക്ക് പോകാനൊക്കെ ഒന്നും തോന്നുന്നില്ല. നിർമ്മല പൊയ്ക്കൊള്ളൂ. ഇടവേളകൾ ഉണ്ടായാലേ വീണ്ടുമുള്ള കണ്ടുമുട്ടലുകൾക്ക് രസമുണ്ടാവും. ഡോക്ടർ നിർമ്മല ഓർമ്മ വേണം. കാഷ്വാലിറ്റിയിൽ അങ്ങോട്ട് അടുക്കാൻ വയ്യ. OP-യിലാണെങ്കിൽ തിക്കും തിരക്കും. നമ്മുടെ നാട്ടിൽ ഇത്രയും രോഗികളുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. അമ്മായി ഒന്ന് വന്ന് കാണണം, അന്തം വിട്ടുപോകും. ഞാൻ ഇത്തവണ ഒരു ടെക്നിക്ക് ആലോചിച്ച അമ്മാവ. ഡോക്ടർ ആരായിരുന്നാലും അയാൾ സുന്ദരനായിരിക്കണം. എന്താ കാര്യം? സ്ത്രീ രോഗികളുടെ തിരക്ക് കൂടും. അതുപോലെ സംഭവിച്ചു. 99% രോഗികളും സ്ത്രീകളാണ്. എങ്ങനെയുണ്ട് എന്റെ ടെക്നിക്ക്? നിന്റെ ആ ടെക്നിക്ക് നന്നായിട്ടുണ്ട്. ആ ഊമക്കത്തുകാരൻ ഇതൊക്കെ നന്ദിനെ എഴുതി അറിയിച്ചിരുന്നെങ്കിൽ. ഓ, അതൊന്നും സാരമില്ല മഹാദേവ. ഞാൻ പറഞ്ഞ മറ്റേ ടെക്നിക്ക് ഉണ്ട്. അതേത് ടെക്നിക്ക്? പ്രമാണത്തിൽ ഒപ്പിട്ട എന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ലണ്ടനിലേക്ക് അയക്കുന്ന ടെക്നിക്ക്. ഓ, ആ ടെക്നിക്ക്. പ്രമാണം എടുക്കട്ടെ? എടുത്തോളൂ. അയ്യോ അമ്മാവ, തൊലച്ചു. സൂര്യൻ അസ്തമിച്ചു പോയില്ലേ? ഇനി ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ പോയി വിളക്ക് കത്തിക്കട്ടെ. ഓ, എന്നാലും എന്റെ സൂര്യ. ഡോക്ടർ, ഞാൻ വിചാരിച്ചില്ലേ എന്ത്? ഇന്ന് വിജയിക്കുമെന്ന്. മനസ്സിലായില്ല. കാലത്തോടുന്നു എന്നുള്ള വ്യാജേനെ നിർമ്മലയുടെ വീടൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 4-5 ദിവസമായിട്ട് ഈ ഏരിയ മുഴുവൻ ഞാൻ കവർ ചെയ്തോണ്ടിരിക്കുക. ഈ റോബർട്ട് ബ്രൂസിന്റെ കഥ കേട്ടിട്ടുണ്ട്. 7 തവണ തോറ്റിട്ടും പിന്മാറാതെ 8ാം തവണ യുദ്ധം ജയിച്ച രാജാവിന്റെ കഥ. ശ്രമിച്ചാൽ നേടാം. അതാണ് ആ കഥയുടെ ഗുണപാഠം. എന്തിനാ എന്റെ വീട് കണ്ടുപിടിക്കുന്നത്? കാണാൻ. യൂണിഫോമിലല്ലാത്ത നിർമ്മലയെ ഒന്ന് കാണാൻ. എന്നോട് മേൽവിലാസം ചോദിക്കാമായിരുന്നില്ലേ? അതിൽ ത്രില്ലില്ല. മാത്രവുമല്ല, ഞാൻ വരുന്ന കാര്യം മുൻകൂട്ടി അറിഞ്ഞാൽ നിർമ്മല മേക്കപ്പ് ഇടും, ആഭരണങ്ങൾ അണിയും. ഇതുപോലെ ഒറിജിനൽ നിർമ്മലയെ കാണാനൊക്കെയല്ല. ഞാനൊരു സാഹിത്യകാരനൊന്നുമല്ല, എങ്കിലും ഞാൻ സ്വല്പം സാഹിത്യം പറയാൻ പോവാ. ഈ പ്രഭാതത്തിലെ ചുവപ്പ് നിർമ്മലയുടെ കവിളിലെ ചുവപ്പുമായി മത്സരിച്ചു. ഓക്കെ? ജയിച്ചതോ നിർമ്മലയുടെ കവിള്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഡോക്ടർ, ഞാനൊരു പാവമാണ്. ഞാനൊരു ദുഷ്ടനല്ല. ആണെന്ന് ഞാൻ പറഞ്ഞോ? അകത്ത് വന്ന ഡോക്ടർക്ക് കാണാം. ജന്മനാ തളർന്ന ശരീരവുമായി കിടക്കുന്ന എന്റെ അനുജൻ കുഞ്ഞുണ്ണി. അച്ഛൻ മരിച്ചതിന് ശേഷം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അമ്മ. ഇതൊക്കെയാണ് എന്റെ സമ്പാദ്യം. ഡോക്ടർ വലിയ ആളാണ്. ഒരു ദുരന്തമെടുത്ത് തലേ. നോ, നാം തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് നിർമ്മലയെ മാത്രമേ അറിയാമായിരുന്നു. ഇനിയും അതറിഞ്ഞാൽ മതി. പിന്നെ നിർമ്മലയുടെ ദുരന്തങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എങ്കിലും ഇന്നും ആശുപത്രിയിൽ എത്താൻ ലേറ്റ് ആവുമോ? ഇല്ല, ഞാനിത് പുറപ്പെട്ടു കഴിഞ്ഞു. വേഗം വരണം. ഞാൻ കാത്തിരിക്കും.